എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മൂഡിലായിരിക്കും അല്ലേ ഇന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ. കുറേ ഗിഫ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതൊരു കേക്കാണ്, പ്ലം കേക്ക്. ഇന്നലെ വൈകുന്നേരം ദീപിക പത്രം, കണ്ണൂർ ദീപിക പത്രത്തിലെ സ്റ്റാഫായ സണ്ണി തോമസ്, സണ്ണി ചേട്ടൻ നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. ദീപിക പത്രത്തിൻ്റെ ഞങ്ങൾ പരിചയപ്പെട്ട അന്നു മുതൽ ഈ വർഷം വരെ സണ്ണിച്ചേട്ടൻ നമുക്ക് കേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് ക്രിസ്മസിൻ്റെ. അങ്ങനെ ഈ വർഷവും കൊണ്ടുതന്നു. താങ്ക് യു ദീപിക പത്രം, താങ്ക് യു സണ്ണിച്ചേട്ടൻ ആൻഡ് ഫാമിലി. അങ്ങനെ കേക്ക് ഞങ്ങൾ കഴിച്ചില്ല. ഗിരീഷേട്ടനൊക്കെ മാല ഇട്ടിരിക്കുവാണ്, സ്വാമി ആയതുകൊണ്ട് കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് അത് കട്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ തക്കാളി മാത്രം ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അങ്ങനെ തേങ്ങയും മല്ലിയും മുളക് പൊടിയും ഒക്കെ എരിവിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് ഫ്രൈ ആക്കി. അതിനുശേഷം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലെന്ന്, എന്തോ ഒരു കുറവങ്ങ് അനുഭവപ്പെടും. അങ്ങനെ ആ കുറവ് ഒരിക്കലും നമുക്ക് വേണ്ടാതെ കൊണ്ടങ്ങ് നികത്തി കടുകൊക്കെ പൊടിച്ചിട്ട് കുറച്ച് തക്കാളിയും, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കറി കുറച്ച് മതി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് എണ്ണയ്ക്കകത്ത് തന്നെ നന്നായിട്ട് വഴറ്റി മൂടി വെച്ച് വാട്ടിയെടുത്തതിന് ശേഷം ഈ അരപ്പും കൂടി അങ്ങോട്ടിട്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയേ വേണ്ട. അങ്ങനെ ദോശയും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. ഗിരീഷേട്ടൻ ആദ്യം കഴിച്ചു, സ്വാമിമാർ ആദ്യം കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും കഴിച്ചു. അങ്ങനെ വളരെ ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കുകയും ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അതുമാത്രമല്ല, തക്കാളി ഇഷ്ടമുള്ളവർക്ക് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കറി. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ വേണ്ട ആൾക്ക് ദോശ കഴിക്കാം, നേന്ത്രപ്പഴവും ചായയും മതിയെങ്കിൽ അത് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ കാരണം കപ്പ കുറച്ച് ഫ്രിഡ്ജിൽ കട്ട് ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത കപ്പ നന്നായിട്ട് കഴുകുന്നത് കുറച്ച് തണുപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കഴുകിയിട്ട് അതിന് ശേഷം കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ട് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നന്നായിട്ട് ഇടിച്ച മുളകും വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ വാട്ടിയിട്ടിട്ട് കേട്ടോ. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയാണ് ഞങ്ങളിത് കഴിക്കുന്നത്. കുറച്ച് ലേറ്റായി കഴിക്കാം. അങ്ങനെ ഒരു ഒപ്പിക്കൽ രസം, ബീൻസ് മെഴുക്ക് വരട്ടി, ഒരു പപ്പടവും, അതെ കപ്പയും ചെറുപയർ പുഴുങ്ങിയതും ഒക്കെ കൂടി ഉച്ചയ്ക്ക് കഴിച്ചു. വൈകുന്നേരം ഇന്നൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. വൈകുന്നേരം വെറുതെ ഒന്ന് ടൗണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടൗണിൽ പോയി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു വന്നു. നമ്മുടെ ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നിന്ന് ചായ കഴിക്കാറുണ്ട് കേട്ടോ. വണ്ടി നിർത്തി വണ്ടിയിലിരുന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കഴിച്ചോട്ട്. ചായയും പരിപ്പുവടയാണ് കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾ വണ്ടി നിർത്തി ചായ ഓർഡർ ചെയ്തപ്പോൾ ധാരാളം ആൾക്കാർ ചായ കുടിക്കാനായിട്ട് വന്നു. അങ്ങനെ അവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അവൽ മിൽക്കുണ്ട്, കുൽക്കി സർബത്തുണ്ട്,